ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരട്ടെ. രാവിലെ എണീറ്റപ്പം മുതൽ ഭയങ്കര മഴ. രാത്രി ഇന്നിട്ട് തൊട്ട് തുടങ്ങിയ തെറ്റേല് രാത്രി മുതൽ തുടങ്ങിയ തെറ്റേല് ഭയങ്കര മഴ. അപ്പം ഞാൻ നമ്മുടെ ഇവിടുത്തെ ഒരു റെയിനി മോർണിംഗ് റുട്ടീൻ കാണിച്ചു തരാം. ഡാഡി എവിടെയൊക്കെ അല്ല ഞങ്ങൾക്ക് പേരൊരു കുട വേണം. ലുക്ക് ശരിയില്ലല്ലോ, ലുക്ക് ശരിയില്ല. അപ്പൊ തന്നെ വരുങ്ങ, തിരിച്ചു വരുങ്ങ. വലിയ കൂടി എടുത്ത് നമ്മൾ രണ്ടാ ഒന്നിച്ചു പോയാലോ? ഞാൻ ഷോളും കിട്ടണേണ്ട. നമ്മൾ അന്നത്തെ ഒരു ചിക്കിയ ദിവസം നല്ല മഴയാണ്. കിട്ടിയെന്നല്ല രണ്ട് പഴുത്തതില്. എന്നാ എടുത്തോ, ഒന്നെടുത്തോ, അതൊന്ന് കഴിച്ചോളൂ. കഴിച്ചിട്ട് പോവാം. ഒരു സെക്കൻഡ്. ഞാൻ വീണ്ടും വാപ്പയുടെ തറവാട്ടിലേക്ക് പോവുകയാണ്. ഒരു മോർണിംഗ് വാക്ക്. വാപ്പ പൊതുവേ ഫുൾ റൗണ്ട് ഈ സമയത്ത് ഒന്ന് വാക്കിന് പോവും. പക്ഷെ ഇത് മഴയായതുകൊണ്ട് പോയില്ല. രാവിലെ തന്നെ ചിക്കു എനിക്ക് നല്ല മഴയാഞ്ഞല്ലോ. ഇന്ന് മഴയായതുകൊണ്ട് നമ്മുടെ കോഴികൾ ഇത് കൊത്തിയില്ല. പൊതുവെ ഞങ്ങൾക്ക് കിട്ടാറില്ല. ഒന്നുകിൽ എലിക്ക് കിട്ടാത്ത സാധനം എലിക്ക് കിട്ടാണ്ട് താഴെ വീണ് കഴിഞ്ഞാൽ അത് കോഴി കൊണ്ടുപോകും. വായ ഉണ്ടെങ്കിൽ കുറച്ച് എന്തെങ്കിലും കാണാണ്ട് എവിടെയെങ്കിലും കിടക്കുന്നത് മാത്രമേ ഞങ്ങൾക്ക് കിട്ടാറൂ. ഇന്ന് മഴ കാരണം കോഴി കിട്ടി. മതിയാ? എന്നാ പുറം കുറച്ച് കറുത്തിന്. നല്ല അടിപൊളിയെന്ന് വെച്ചാൽ നല്ല മധുരം. അതില് ശരിക്കും ചെടീനെ മുകളിൽ നിന്ന് പഴുത്ത് കഴിഞ്ഞാൽ നല്ല മധുരമാണ്. നമ്മുടെ എതിലിൻ ബേബിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ മടുത്ത് വാങ്ങിയിട്ടുണ്ടല്ലേ എതിലിന്? ഇഷ്ടപ്പെടുവല്ലേ? അവള് ഡെയിലി കഴിക്കുമായിരുന്നു. ഇപ്പൊ കഴിച്ച് ബോറടിച്ചു തോന്നുന്നു. ഡെയിലി എതിലിൻ ബേബിക്ക് വേണ്ടി ഒരെണ്ണമെങ്കിലും കിട്ടുമായിരുന്നു നമ്മൾ ജനിച്ചത് മുതല്. ഒരു മോർണിംഗ് വാക്ക് വിത്ത് മൈ ഡാഡ്. ഡാഡിക്ക് ഇന്നത്തെ ഭയങ്കര സപ്പോർട്ടായിട്ടൊരു മെസ്സേജ് ഉണ്ട് ചാനലില്. അപ്പൊ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ ഫസ്റ്റ് മുതൽ സപ്പോർട്ടല്ലേ. അപ്പയുടെ വീട്ടിലേക്ക് ഒരു 3 മിനിറ്റ് നടക്കാനുള്ളൂ ഞങ്ങളുടെ വീട്ടിൽ. ഇത്ര അടുത്ത. ഇത് തന്നെ ഇപ്പൊ ഒരു മഴ 5 ദിവസത്തേക്ക് ഉണ്ടാവും. അയ്യോ കറക്റ്റ് ആണേല് സേഫാണ്. പിന്നെ ചിന്തിക്കുവാണ് എന്നാ ജനുവരി കഴിയായി. ജനുവരി ആകാതെ എന്നും കൊപ്പര പറ്റും. നമ്മൾ കുറച്ച് നേരത്തെ കൊപ്പര വെട്ടിപ്പോയി. എല്ലാം പുറത്തൊക്കെ ആയിരുന്നു, ഫുൾ ഉണങ്ങിയതായിരുന്നു. പക്ഷെ ഇന്നലെ വാപ്പ എടുക്കാൻ പറഞ്ഞ കാര്യം മഴയായിരിക്കും, ഇനി മഴ നിർത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളത് എടുത്തു, സേഫാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ രാത്രി വിടാണ്ട് മഴ പെയ്തുകൊണ്ടിരിക്കും. ഇതുവരെ നിർത്തിയിട്ടില്ല എന്നൊന്നും. വാപ്പയുടെ വീടെത്തിട്ടോ.
അപ്പം 5 മിനിറ്റ് 4 മിനിറ്റ് എടുക്കുന്നത് തറവാ. അയ്യോ, തറവാട്ടെ കുറിച്ച് നല്ല റിവ്യൂ കിട്ടുന്നു. അയ്യാ പോലെ കത്തിയിട്ടുള്ള പരിപാടിയാണല്ലേ. കത്തിരി ഉണ്ടാക്കും. നല്ല ഇരുട്ടിരുന്നു ഉള്ളിലേക്കൊന്നും. ആ മഴക്ക് പ്രശ്നമില്ല ടോയില്. നമ്മുടെ വീട്ടിലുണ്ട് 2 ആള്. മഴ ആയതുകൊണ്ട് അവിടം വരെ ഓടിയിട്ട് തിരിച്ചിങ്ങോട്ട് വരും. ഒരു അടിപൊളി കാഴ്ചയാണ്. ഞാൻ തന്നെ ഒരു പോലെ ആരാ അവിടം വരെ ഓടിയിട്ട് തിരിച്ചങ്ങനെ വരും. ചായ കിട്ടിയിരിക്കും. ചായ കുടിക്കട്ടെ. എപ്പോഴും കുടിക്കുന്നു. ഇതെൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. പീനട്ട് കുക്കീസ്. തറവാടിൻ്റെ ഉള്ളിൽ ഉള്ള വ്യൂ. കിച്ചൺ. ഇത് പ്രെയർ ഹാളാണ് കേട്ടോ. ഫുള്ള് ഡാർക്ക്. അതാണപ്പോൾ വീട് ഇങ്ങനെയായിരുന്നു. പണ്ട് നോക്കിക്കഴിഞ്ഞാൽ കുറേ മെമ്പേഴ്സ് ഉണ്ടായിരുന്നു ഇവിടെ. ഇപ്പം ആരുമില്ല. പോയാലോ? ആയല്ല. ദീപിവനോട്ട് 8 മണിയായി. ഞാൻ ഇന്നൊരു ബിരിയാണി ഉണ്ടാക്കാനുള്ള പ്ലാനിൽ ചിക്കനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി. ഞങ്ങളപ്പോൾ ഇറങ്ങി. നല്ല മഴ. ഈ മഴ 5 ദിവസത്തേക്ക് ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ മാറ്റി വെച്ചോ. ഇത് എന്നെ തുലാഭാരങ്ങ അങ്ങനെ എന്തായാലും തുലാപ്പത്ത്. ഇത് ഇങ്ങനെ ഒരു മഴയുടെ ഒരു വെതറിനാണ് ഓക്കി വന്നതല്ലേ ഇവിടെ. ഭയങ്കര വന്നെങ്കിൽ ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണെങ്കിൽ കഴിഞ്ഞു പോകും സോഫ്റ്റായിട്ട്. ഇല്ലെങ്കിൽ അത് ഭയങ്കരമായിട്ട് കൂടിക്കഴിഞ്ഞാൽ ഓക്കി പോലെ ഭയങ്കര നാശനഷ്ടം ഉണ്ടാക്കാറുണ്ടെന്നോ. അപ്പോൾ കുറച്ച് ലേറ്റൊക്കെ വന്നില്ലേ. വീണ്ടും വാക്ക്. അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് നമ്മുടെ ബാക്കി പരിപാടി ഉണ്ട്. അപ്പോൾ കാണാം. ഭയങ്കര ക്വിക്കായിട്ട് ഒരു
തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. അപ്പം ഞാൻ അതിൻ്റെ മസാല റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ബിരിയാണി മസാല റെഡിയാക്കാൻ വേണ്ടി നമ്മൾ മുമ്പേ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന കറി ബേസ് അതൊരു 2 അല്ലെങ്കിൽ 3 സ്പൂൺ, പിന്നെ അതിലേക്ക് 2 പച്ചമുളക്, പിന്നെ ഒരു 2 തക്കാളി ഇത് നല്ലോണം കട്ട് ചെയ്ത് നമ്മുടെ മിക്സി ജാറിലേക്ക് ഇടും. എന്നിട്ട് ഇതിലേക്ക് കൊറിയൻഡർ, ഇതാണ് മെയിൻ ആയിട്ടുള്ളത്, നമ്മുടെ മല്ലിയില. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് പേസ്റ്റ് രീതിയിൽ അരച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് കുക്ക് ചെയ്യാൻ പോകാറുണ്ട്. അപ്പോൾ ഞാൻ ഓൺ ചെയ്തു. നമുക്ക് വേണ്ടത് ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വേണ്ടത് ഇതിലേക്ക് മല്ലിയാണ് ആദ്യം തന്നെ വേണ്ടത്. നമ്മുടെ ബിരിയാണി ബേസ് റെഡിയാക്കാൻ വേണ്ടി ഞാനൊരു 3 സ്പൂൺ മിൽമ ഗീ എടുക്കുന്നുണ്ട്. ഗീ വെച്ച് ചെയ്താലാണ് നല്ല ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ അതെ മിൽമ ഗീയാണ് എടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് കുറച്ച് സ്മെല്ലും ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ. ഈ സംഭവം ഒരു പായല പോലത്തെ ഒരു തമിഴ്നാട് ബിരിയാണിയിലൊക്കെ കാണുന്നുണ്ട്. അതിൻ്റെ പേര് എനിക്കറിയില്ല. ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോന് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതുകൂടി നമ്മുടെ ഗീയിലേക്ക് ഇട്ട് കൊടുക്കും. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല ബേസ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കും. ഇട്ട് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു പച്ച കളറായിരിക്കും, ഒരു ലൈറ്റ് ഗ്രീൻ കളറായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു പച്ച മണം മാറുന്നത് വരെ അതൊന്ന് ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്ത് കൊടുക്കുക. വെള്ളമൊന്നും ഒഴിക്കാണ്ട് അതേപോലെ തന്നെ. അപ്പോൾ ആ പച്ച മണം മാറി വരുമ്പോൾ തന്നെ ഇതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആയിട്ടൊരു ലൈറ്റ് ബ്രൗൺ ആവും. അപ്പോൾ ലൈറ്റ് ബ്രൗൺ ആവുന്നത് വരെ ഇത് നമുക്ക് നല്ല ഒരു ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 2 ക്യൂബ് ഉണ്ടല്ലോ മാഗി വെജ് ക്യൂബ് ആഡ് ചെയ്യുന്നുണ്ട്. ഫ്ലെയിം കുറച്ച് ഹൈ ആക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ മുളക് പൊടി, പിന്നെ ഞാൻ കുറച്ച് ബിരിയാണി മസാല ആഡ് ചെയ്യുന്നു. കൊറിയൻഡർ പൗഡർ, കൊറിയൻഡർ നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തമിഴ്നാട് തലപ്പാക്കട്ടി ബിരിയാണി. ഇത് തലപ്പാക്കട്ടി ബിരിയാണിയാണ്, ഇത് എൻ്റെ തട്ടിക്കൂട്ട് ബിരിയാണി. തലപ്പാക്കട്ടി ബിരിയാണി പോലെ ഏകദേശം ഒരു ടേസ്റ്റ് വരാൻ വേണ്ടി നല്ല ടേസ്റ്റ്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് ഇട്ടു. ഇപ്പോൾ ഓൾറെഡി ലേറ്റായി. അപ്പോൾ ഇതൊന്ന് റെഡിയാക്കിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് വെച്ചിട്ട് ഇതാണ് ഞാനിന്ന് ലഞ്ചിന് കൊണ്ടുപോകുന്നത്. എൻ്റെ ഫേവറേറ്റാണ്. എനിക്ക് ഈ ഒരു മല്ലിയിലയുടെ സ്മെൽ അത്രയ്ക്ക് ഇഷ്ടമാണ്. മല്ലിയില ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് ഒന്ന് റെഡിയായിട്ട് ഇതിപ്പോൾ ഗ്രേവി റെഡിയായി. ഇനി നമ്മൾ റൈസ് പ്രിപ്പയർ ചെയ്ത് വെച്ച റൈസ് ഇതിലേക്ക് കൂട്ടി മിക്സ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ബാക്കി പരിപാടി ഞാൻ കാണിച്ചു തരാം. എണീറ്റു. ഞങ്ങൾ ബിരിയാണിയൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് നമ്മുടെ എതിലിൻ ബേബി എണീറ്റ് വന്നു അല്ലേ? എതിലിനു എന്നെ വേണം മിഠായാ? എണീറ്റ പാടയാ? നിങ്ങളെ എസിലിന് പിന്നെ സ്കൂളും ക്ലാസ്സും ഒന്നും ഇല്ലല്ലോ. ഞാൻ കുറച്ച് കഴിക്കും. ഇതാണ് നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ സ്കൂളിലേക്ക് പോകാനും ലേറ്റായി. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയമില്ല. ഇത് ആ ചൂടോടെ കഴിക്കണമെന്ന് ആഗ്രഹം കൊണ്ട് ഞാനിത് ടേസ്റ്റ് ചെയ്തു. നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ആൻഡ് ടേക്ക് കെയർ.